പരിഷ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ആഘാതം നേരിട്ടൊരു മേഖലയാണ് ഇന്ത്യൻ കാർഷിക മേഖല. എല്ലാ മേഖലയും നേരിടുന്നുണ്ട്. അത് വലിയ വിപത്ത് ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് സൃഷ്ടിച്ചു. ഏതൊക്കെ രൂപത്തിലാണ് ആ പ്രതിസന്ധി വന്നത്? ഒന്ന്, കാർഷിക മേഖലയിൽ സർക്കാരിന്റെ ചെലവുകൾ വെട്ടിക്കുറക്കാൻ തുടങ്ങി. ചെലവുകൾ വെട്ടിക്കുറക്കുക എന്ന് പറഞ്ഞാൽ സബ്സിഡി നിരക്കിൽ വളം വിതരണം ചെയ്തതുകൊണ്ട് വളം വിതരണം ചെയ്യുന്നത് നൃത്തം ചെയ്തു. സബ്സിഡി വെട്ടിക്കുറച്ചപ്പോൾ വളത്തിന്റെ വില വർദ്ധിച്ചു. യൂറിയ, പൊട്ടാഷ് എല്ലാറ്റിൻ്റെയും വില വർദ്ധിച്ചു. നമ്മുടെ രാജ്യത്ത് കർഷകർക്ക് വിത്ത് നൽകിയിരുന്ന സീഡ് കോർപ്പറേഷന്റെ പ്രവർത്തനം നിലച്ചു. വിത്തുകൾ വാങ്ങാൻ സ്വകാര്യ ഏജൻസികളെ കർഷകർ ആശ്രയിക്കേണ്ട സാഹചര്യം വന്നു. അപ്പോൾ വിത്തിന്റെ വില വൻതോതിൽ വർദ്ധിച്ചു. ജലസേചനത്തിനുള്ള ചാർജ് വർദ്ധിച്ചു. അതുവരെ സർക്കാരിന്റെ സഹായം ഈ മേഖലയിൽ കിട്ടിയിരുന്നത് കുറഞ്ഞപ്പോൾ പരമ്പരാഗതമായി കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന കർഷകന് ഈ ചെലവുകൾ താങ്ങേണ്ടി വന്നു. രണ്ടാമത്തെ പ്രശ്നം, ഇറക്കുമതിയുടെ മേൽ ഉണ്ടായിരുന്ന അളവുപരമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. അന്താരാഷ്ട്ര തലത്തിൽ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പിട്ടു. അപ്പൊ അളവുപരമായ നിയന്ത്രണം, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കിൻഡൽ ഗോതമ്പ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ, ഇപ്പൊ ചേളന്നൂര് നിങ്ങൾക്ക് ഒരു കിൻഡൽ ഗോതമ്പ് ഇവിടെ 5000 രൂപക്കാണ് കിട്ടുക എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നാൽ ജപ്പാനിൽ 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കിൻഡൽ ഗോതമ്പ് കിട്ടും. അല്ലെങ്കിൽ ശ്രീലങ്കയിൽ, തൊട്ടടുത്ത രാജ്യമായിക്കോട്ടെ, ശ്രീലങ്കയിൽ 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കിൻഡൽ ഗോതമ്പ് കിട്ടും. നമുക്ക് ഏതാ ലാഭം? ഇവിടുന്ന് 5000 കൊടുത്ത് വാങ്ങുന്നതാണോ, അല്ലെങ്കിൽ ശ്രീലങ്കയിലെ 1500 ഇറക്കുമതി ചെയ്യുന്നതാണോ? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇറക്കുമതിയുടെ ചെലവ് എത്ര വരും എന്ന് നോക്കിയാലേ ലാഭം പറയാൻ പറ്റും. ഇന്ത്യ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു. ശ്രീലങ്കയിൽ നിന്ന് ഒരു കിൻഡൽ ഗോതമ്പ് ഇറക്കുമതി ചെയ്യുമ്പോൾ 3000 രൂപ ടാക്സ് കിട്ടണം. അപ്പൊ 1500-ന് ശ്രീലങ്കയിൽ ഒരു കിൻഡൽ ഗോതമ്പ് നിങ്ങൾക്ക് കിട്ടിയാലും അത് ചേളന്നൂർ എത്തുമ്പോഴത്തേക്ക് എത്ര ചാർജ് വരും? 5500 ആവും. 3000 അല്ല, 4000 ചാർജ് കിട്ടുമെന്ന് വെക്കുക, 5500 ആവും. നിങ്ങൾക്കിവിടെ ഇന്ത്യൻ ഗോതമ്പ് എത്രയ്ക്ക് കിട്ടും? 5000-ന് കിട്ടും. ഇതാണ് നിയന്ത്രണം. അപ്പൊ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് എന്താ? നമ്മൾ പലതവണ പറഞ്ഞു, ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പണത്തിന്റെ ആഗോളവൽക്കരണമാണ്. അപ്പോൾ വൻകിട മുതലാളിമാരുടെ കയ്യിലുള്ള പണത്തിന് ലോകത്തെവിടെയും പോകണം. ഇപ്പൊ ബട്ടർഫ്ലൈ മണി എന്നാ പറയാ. ഒരു പൂമ്പാറ്റ ഒരു പൂവിൽ നിന്ന് തേൻ കുടിച്ച് മറ്റൊരു പൂവിലേക്ക് പറക്കുന്നത് പോലെ, ആ പറക്കലിനിടയിൽ ഒരു തടസ്സവുമില്ല പൂമ്പാറ്റയ്ക്ക്. അതുപോലെ പണത്തിന് പോകാനാവണം. ജപ്പാനിലെ മുതലാളിയുടെ പണം, അമേരിക്കയിലെ മുതലാളിയുടെ പണം, ജർമ്മനിയിലെ മുതലാളിയുടെ പണം, ഇന്ത്യയിലെ മുതലാളിയുടെ പണം, ഈ പണം ഒരു രാജ്യത്തു നിന്ന്, ഒരു കമ്പോളത്തു നിന്ന് മറ്റൊരു കമ്പോളത്തിലേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം. ആ കറക്കത്തിന് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. തടസ്സം എന്താണ്? തടസ്സം ഓരോ രാജ്യത്തുമുള്ള നിയമങ്ങളാണ്. അപ്പോൾ ആ നിയമങ്ങളെ ഉദാരമാക്കണം. നിയമങ്ങൾ ഉദാരമാക്കിയാൽ മാത്രമേ ലോക മുതലാളിത്തത്തിന്റെ കൈവശമുള്ള പണത്തിന്റെ ആഗോളവൽക്കരണം നടക്കും. അതുകൊണ്ട് ആഗോളവൽക്കരണത്തിന്റെ അന്യനാണ് ആര്? ഉദാരവൽക്കരണം. വെറുതെ ആഗോളവൽക്കരണം ഇല്ല. ആഗോളവൽക്കരണം നടക്കണമെങ്കിൽ എന്ത് നടക്കണം? ഉദാരവൽക്കരണം നടക്കണം. അപ്പോ പണം ഒഴുകി വരും. ഈ ഒഴുകി വരുന്ന പണത്തിന് വെറുതെ എന്നാൽ ശരിയാവില്ല. ആ പണത്തിന്റെ ഒരു പ്രത്യേകത, അതിന്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ആരെങ്കിലും പണം 10,000 കൊണ്ടുപോയി കെട്ടിവെക്കും, ഒരു കാര്യമില്ല. അതിനെന്തൊക്കെ മൂല്യമുണ്ടോ ചിലവാക്കുന്നില്ലെങ്കിൽ? ഞാനിപ്പോൾ സോമനാഥേട്ടനോട് 1000 രൂപ വായ്പ വാങ്ങിയാൽ എന്താ സംഭവിക്കുക? എനിക്ക് 1000 രൂപ കിട്ടി, സോമനാഥേട്ടന് 1000 രൂപ കൊടുക്കാനായി. അപ്പോൾ 1000 എത്രയായി? 2000. ഞാൻ പോകുന്ന വഴിക്ക് ചേളന്നൂരിൽ 1000 രൂപയുടെ സാധനം വാങ്ങി. ഇപ്പം എനിക്ക് 1000 രൂപയുടെ സാധനം കിട്ടി, കടക്കാരൻ 1000 രൂപ കിട്ടി, സോമേട്ടൻ അപ്പോഴും എത്ര കിട്ടാനായി? 1000 കിട്ടാനായി. അതിലെന്തോ കുറവുണ്ടോ? ഞാൻ സാധനം വാങ്ങിയത് കൊണ്ട് സോമേട്ടൻ വിട്ടിരുന്നു.
ഈ വരുന്ന പണത്തിന് ലാഭം വർദ്ധിപ്പിക്കണം. അങ്ങനെ പണത്തിന് ലാഭം വർദ്ധിപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മേഖലകൾ കൈവശപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും തുടർച്ചയായി എന്ത് വരുന്നത്? സ്വകാര്യവൽക്കരണം വരുന്നത്. കാർഷിക മേഖലയിലെ സ്വകാര്യവൽക്കരണമാണ് കോർപ്പറേറ്റ് വൽക്കരണം, മുതലാളിത്തവൽക്കരണം. വ്യവസായ മേഖലയിലാകുമ്പോൾ നമ്മൾ പറയും ബാങ്ക്, ഇൻഷുറൻസ്, റെയിൽവേ, വിമാനം. ഇപ്പോൾ ഇത് കൊണ്ടുപോയില്ലേ, നമ്മുടെ എയർ ഇന്ത്യ കൊണ്ടുപോയില്ലേ 18,000 കോടിക്ക്, റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുപോയില്ലേ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നും ഇത് കൊണ്ടുപോയില്ലേ. ഈ പ്രക്രിയയാണ്. അപ്പോൾ ഈ ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ, സ്വകാര്യവൽക്കരണ നയത്തിന്റെ പ്രത്യാഘാതം കാർഷിക മേഖലയിൽ അനുഭവിച്ചത് കാർഷിക ചെലവുകൾ വെട്ടിച്ചുരുക്കാൻ ഗവൺമെന്റ് സന്നദ്ധമായപ്പോൾ കർഷകന്റെ ചെലവ് വർദ്ധിച്ചു. ഇറക്കുമതിയുടെ മേൽ ഉദാരവൽക്കരണം വന്നപ്പോൾ, നിബന്ധനകൾ നീക്കം ചെയ്തപ്പോൾ ഇവിടുത്തെ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന അതേ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ഒഴുകി വന്നു. അങ്ങനെയാണ് നമ്മുടെ തേങ്ങ പൊളിഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ എല്ലാ കാർഷികോൽപ്പന്നങ്ങളുടെയും വില തകർച്ച ഉണ്ടായത്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കാൻ തുടങ്ങി. വ്യാവസായിക ആവശ്യത്തിന് ഇറക്കുമതി ചെയ്യുന്ന കാർഷികോൽപ്പന്നങ്ങളെ വ്യവസായികൾ ആശ്രയിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ പരമ്പരാഗത കർഷകർക്ക് വരുമാനം കുറഞ്ഞു. ബാങ്കിങ് നയത്തിൽ മാറ്റം വന്നു. ബാങ്കിങ് നയത്തിൽ വന്ന മാറ്റം, ബാങ്കുകൾ കാർഷിക മേഖലയിൽ നൽകുന്ന വായ്പയുടെ അളവ് കുറച്ചു. ഇപ്പൊ നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ധാരാളം ബാങ്കുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ബാങ്കുകളിലെ നിക്ഷേപവും വായ്പയും തമ്മിലുള്ള അനുപാതം എന്താ? നിങ്ങളുടെ ചേളന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നിക്ഷേപവും വായ്പയും തമ്മിൽ അനുപാതം പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയാണോ നിക്ഷേപം അതിന് തത്തുല്യമായോ, ചിലപ്പോൾ ജില്ലാ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തോ അതിനെ കൂടുതൽ വായ്പ നാട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് മഹാഭൂരിപക്ഷവും കൃഷിയായിരിക്കും. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോ കാനറ ബാങ്കോ ഈ ചേളന്നൂരിൽ നിന്നോ അല്ലെ കക്കോടിയിൽ നിന്നോ സമാഹരിക്കുന്ന പണം ഇവിടുത്തെ കർഷകർക്കോ സാധാരണക്കാർക്കോ അല്ല വിതരണം ചെയ്യുന്നത്, അത് ഷെയർ മാർക്കറ്റിലേക്കാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള മുതലാളിമാർക്കാണ്. അവരാണ് തിരിച്ചടക്കാത്തത്. അപ്പോൾ കർഷകർക്ക് വായ്പ ലഭിക്കുന്നത് കുറഞ്ഞു. ഗ്രാമവികസന പദ്ധതികൾക്കുള്ള ഫണ്ട് ഗവൺമെന്റ് വെട്ടിച്ചുരുക്കി. ഇതിന്റെ അനുബന്ധമായി തന്നെ പൊതുവിതരണ സമ്പ്രദായത്തിൽ നിന്ന് ഗവൺമെന്റ് പുറകോട്ട് പോയി. ആ പുറകോട്ട് പോക്കിന്റെ ഭാഗമാണ് APL BPL എന്ന കാർഡുകൾ പ്രഖ്യാപിച്ചതും ഇപ്പോഴത് അന്ത്യോദയ അന്നയോജന, മുൻഗണനാ വിഭാഗം, മുൻഗണനേതര വിഭാഗം, മുൻഗണനേതര സബ്സിഡി വിഭാഗം എന്നിങ്ങനെ 4ആയി വിഭജിക്കപ്പെട്ടു. പൊതുവിതരണ സമ്പ്രദായത്തിന് ഗവൺമെന്റ് പുറകോട്ട് പോയി. ഇതിന്റെ ഫലമോ? ഇതിന്റെ ഫലം വൻതോതിൽ കാർഷിക മേഖലയിൽ കൃഷിക്കാരുടെ വരുമാനത്തിൽ ഇടിവ് വന്നു. കൃഷി ലാഭകരമല്ലാതായി മാറി. അവൻ എടുത്ത വായ്പ തിരിച്ചടക്കാൻ കഴിയാത്ത പ്രശ്നം വന്നു. ഇപ്പോൾ വിത്തിറക്കുന്ന സമയത്ത് വായ്പ എടുക്കുകയും നല്ല ഇനം വിത്തും വളവും കൃഷിപ്പണിയെല്ലാം അടുപ്പിച്ചിട്ട് കൃഷി റെഡിയാക്കി വിളവെടുത്ത് അത് വിറ്റ് കിട്ടുന്ന പണം ബാങ്കിൽ കൊണ്ടുപോയി അടച്ച് വായ്പ പുതുക്കി, ഇതാണ് നമ്മുടെ കർഷകന്റെ രീതി. അതെല്ലാം നിലച്ചു. അങ്ങനെ വന്നപ്പോൾ ഒരു വിഭാഗം കർഷകന്മാർ ആത്മഹത്യ ചെയ്തു. ഈ തകർച്ചയുടെ ഫലമായിട്ടാണ് ഏകദേശം 4 ലക്ഷത്തിലേറെ കർഷകന്മാർ ഈ കാലയളവിൽ ആത്മഹത്യ. ഒരു വിഭാഗം കൃഷിക്കാർ കാർഷിക മേഖലയിൽ നിന്ന് പുറത്തുപോയി, ചെറുകിട കൃഷിക്കാർ. ഇനി കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചത് കൊണ്ടായില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കൃഷിപ്പണി ആളുകൾ നിർത്തി, കാർഷിക മേഖലയിൽ നിന്ന് പുറത്തു വന്നാണ് അതിന്റെ അർത്ഥം. ആ സമയം കൂടെ മറ്റൊന്നിന് ഇവിടെ ഒരു പ്രത്യേകത, കൃഷിപ്പണി എടുത്തില്ലെങ്കിലും ഭൂമിയുടെ ഡിമാൻഡ് വർദ്ധിക്കും എന്നുള്ളതാണ്. കേരളത്തിന്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലുള്ള ഒരു പ്രത്യേകതയാണത്. ഇവിടെ ഭൂമി നിങ്ങൾ കാട് പിടിച്ച് കിടന്നാലും അതിൻ്റെ മൂല്യം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ താമസത്തിൻ്റെയും മറ്റു പല വരുമാനവുമാണ് നമ്മെ സഹായിക്കുന്നത്. പക്ഷെ രാജ്യത്ത് കാർഷിക മേഖല ആദായകരമല്ലെന്ന് മനസ്സിലാക്കി ഒരു വിഭാഗം കൃഷിക്കാർ പുറകോട്ട് പോയി. കർഷക തൊഴിലാളികളെ കൃഷിയിടത്തിൽ തൊഴിലെടുപ്പിച്ചിരുന്ന ചെറുകിട കർഷക തൊഴിലാളിയെ ഒഴിവാക്കുകയും അവനും അവന്റെ കുടുംബവും സ്വയം കർഷക തൊഴിലാളിയായി മാറുകയും ചെയ്തു. തൊഴിലാളിയോട് പറഞ്ഞു, നീ ഇനി വരണ്ട, ഇവിടുത്തെ പണി ഞങ്ങളെന്നെ ചെയ്തോളാം. അവനും അവന്റെ ഭാര്യയും മക്കളും ഒക്കെ കൃഷിപ്പണിയിൽ കേന്ദ്രീകരിച്ചു. അപ്പോൾ കർഷക തൊഴിലാളിക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഈ തൊഴിൽ നഷ്ടപ്പെട്ട കർഷക തൊഴിലാളിയാണ് 10-15 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കുന്ന ഹിന്ദിക്കാർ, കുടിയേറ്റ തൊഴിലാളികൾ, മൈഗ്രേറ്റഡ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ്.
നമ്മളെന്താ വിചാരിക്കുന്നത്? അവരിവിടെ വലിയ നേട്ടമായതുകൊണ്ട് വരുന്നതാണ്. കാർഷിക മേഖല പാപ്പരീകരിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി വരുമാനവും തൊഴിലും നഷ്ടപ്പെട്ട് ജീവിതത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എവിടെയാണ് പണിയുണ്ടാവുക, എവിടെയാണ് കൂലി കിട്ടുക എന്ന് അന്വേഷിച്ച് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഭയാർത്ഥികളെ പോലെ. ഒരു മാസം കക്കോടിയാണെങ്കിൽ അടുത്ത മാസം ചെളന്നൂരായിരിക്കും, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാക്കൂരായിരിക്കും, അത് കഴിഞ്ഞാൽ നന്മണ്ടയായിരിക്കും, ചിലപ്പോൾ ബാലുശ്ശേരി ആയിരിക്കും. ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. കോവിഡിൻ്റെ കാലത്ത് നമ്മൾ അവരുടെ ദയനീയ ചിത്രം കണ്ടു. ഇത് രാജ്യത്തെ തൊഴിലില്ലാ പടയിൽ വന്നിരിക്കുന്ന ഒരു പുതിയ വിഭാഗമാണ്, മൈഗ്രേറ്റഡ് അൺഎംപ്ലോയീസ്, മൈഗ്രേറ്റഡ് അഗ്രികൾച്ചർ വർക്കേഴ്സ്. മൈഗ്രേഷനാണ്, കുടിയേറ്റമാണ്. ഈ അതിരൂക്ഷമായ പ്രശ്നം കാർഷിക മേഖലയിൽ വന്നു. അപ്പോൾ ഇവിടെ എന്താ യഥാർത്ഥത്തിൽ 90-കൾക്ക് ശേഷമുണ്ടായ സാഹചര്യം? കാർഷിക ഭൂപരിഷ്കരണം നടന്നില്ല. ചെറുകിട ദരിദ്ര കർഷകനെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി അവൻ്റെ അധ്വാനശേഷി കാർഷിക മേഖലയിൽ ഉപയോഗിച്ചില്ല. പകരം കാർഷിക പരിഷ്കാരം നടന്നു, ഭക്ഷ്യോൽപാദനത്തിൽ കേന്ദ്രീകരിച്ച്. ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി സർക്കാർ പുറകോട്ട് പോയി. ഇതിൻ്റെ മറവിൽ കർഷകനും കർഷക തൊഴിലാളിയും പാപ്പരീകരിക്കപ്പെട്ടപ്പോൾ കാർഷിക മേഖലയിൽ ഒരു മുതലാളിത്തം വളർന്നു. ഈ സാഹചര്യത്തിൽ കർഷകനും കർഷക തൊഴിലാളിയും തകർന്നപ്പോൾ കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു മുതലാളിത്തം ശക്തിപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഇവിടെ നിലനിന്നിരുന്ന ജന്മിത്ത മുതലാളിത്തം, ഭൂപ്രഭുത്വ മുതലാളിത്തം, ജന്മിത്ത ഭൂപ്രഭുത്വം മുതലാളിത്ത ഭൂപ്രഭുത്വമായി മാറി. സാധാരണ ജന്മിമാരും ഭൂപ്രഭുക്കളുമായി കുടിയാനെയും കർഷകരെയും വെച്ച് പണിയെടുപ്പിച്ചിരുന്ന ആളുകൾ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരുമായ ഒരു പുത്തൻ മുതലാളി വർഗം ഇന്ത്യൻ കാർഷിക മേഖലയിൽ വളർന്നു വന്നു. ഇങ്ങനെ വളർന്നു വന്ന കാർഷിക മുതലാളിത്ത ശക്തികൾക്ക് വേണ്ടിയുള്ള നയം മാറ്റമാണ് പിന്നീട് നമ്മുടെ രാജ്യം കാർഷിക മേഖലയിൽ കണ്ടത്. ആ നയം മാറ്റത്തിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ്സാണ്. ആ നയം മാറ്റമായിരുന്നു കാർഷിക മേഖലയിലെ കോർപ്പറേറ്റുവൽക്കരണം. ആ നയം മാറ്റമായിരുന്നു കാർഷിക മേഖലയിലെ മുതലാളിത്തവൽക്കരണം. അഗ്രികൾച്ചർ എന്നുള്ളത് അതോടെ അഗ്രി ബിസിനസ് എന്നായിട്ട് മാറി. ഇപ്പൊ UPA സർക്കാരിന്റെ കാലത്ത് ഇൻഡോ അമേരിക്കൻ കാർഷിക കരാർ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ആണവ കരാറിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ആ ഘട്ടത്തിൽ തന്നെ കാർഷിക കരാർ ഉണ്ടാക്കുന്നുണ്ട്. കാർഷിക കരാർ ഉണ്ടാക്കുക മാത്രമല്ല, ഇൻഡോ US നോളജ് ഇനീഷ്യേറ്റീവ് ഇൻ അഗ്രികൾച്ചർ എന്നൊരു ബോർഡ് രൂപീകരിച്ചു. ഇൻഡോ അമേരിക്കൻ ചർച്ചയുടെ ഭാഗമായിട്ട് ഇൻഡോ US നോളജ് ഇനീഷ്യേറ്റീവ് ഇൻ അഗ്രികൾച്ചർ എന്നൊരു ബോർഡ് രൂപീകരിച്ചു. ആ ബോർഡിന്റെ ലക്ഷ്യം കാർഷിക മേഖലയിലെ നയരൂപീകരണവും കാർഷിക മേഖലയിലെ ഗവേഷണവുമാണ്. പക്ഷെ രൂപീകരിച്ച ബോർഡിന്റെ പ്രത്യേകത, അതിൽ ഒരാൾ പോലും കർഷകൻ ഉണ്ടായിരുന്നില്ല. അതിൽ ഒരാൾ പോലും കർഷകന്റെ പ്രതിനിധി ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ 65% ജനങ്ങൾ ആശ്രയിക്കുന്ന കാർഷിക മേഖലയിലെ നയരൂപീകരണത്തിന്റെ ഗവേഷണത്തിന്റെ നയങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു ഡയറക്ടർ ബോർഡിനകത്ത് ആരുണ്ടായിരുന്നില്ല? കർഷകൻ ഉണ്ടായിരുന്നില്ല. പകരം ആരാ ഉണ്ടായിരുന്നത്? രാജ്യത്തിനകത്തും പുറത്തുമുള്ള കാർഷിക കുത്തകകളുടെ പ്രതിനിധികളാണ്. ഇപ്പോൾ മൊൺസാന്റോ, ആർജർ ഡാനിയൽസ് മിഡ്ലാൻഡ്സ്, വാൾമാർട്ട് എന്നീ വിദേശ കമ്പനികളുടെ ഡയറക്ടർമാർ ഇതിലുണ്ടായി. ഇമ്പീരിയൽ ടുബാക്കോ, FCCI, CII എന്നീ ഇന്ത്യൻ കമ്പനികളുടെ പ്രതിനിധികളും അടങ്ങിയ ഡയറക്ടർ ബോർഡ് ഉണ്ടായി. അപ്പോൾ കാർഷിക മേഖലയിലെ നവീകരണത്തിനും പരിഷ്കാരത്തിനും ഉണ്ടാകേണ്ട കർഷക സംഘത്തിൻ്റെയോ കർഷകൻ്റെയോ എന്തിന് നമ്മുടെ സ്വാമിനാഥൻ പോലും അതിനകത്തുണ്ടായില്ല, ഡോക്ടർ സായിനാഥ് ഉണ്ടായില്ല, കാർഷിക മേഖലയെക്കുറിച്ച് പഠനം നടത്തിയാലും ഉണ്ടായില്ല. കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുത്തക കമ്പനികളുടെ ഡയറക്ടർമാർ അടങ്ങിയ കമ്മിറ്റി ഉണ്ടാവുക മാത്രമല്ല, ആ കമ്മിറ്റി മുന്നോട്ട് വെച്ച നയത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പാർലമെന്റ് 2 നിയമം പാസ്സാക്കുകയുണ്ടായി. ഒന്ന്, പെന്റിസൈഡ് മാനേജ്മെന്റ് ബിൽ എന്നൊരു ബില്ല് പാസ്സാക്കി. 2, ലാൻഡ് അക്വിസിഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട്, ഭൂമി ഏറ്റെടുക്കൽ നിയമം. ഭൂമി ഏറ്റെടുക്കൽ നിയമം എന്ന നിയമം പാസ്സാക്കുമ്പോൾ യഥാർത്ഥത്തിൽ
ഭൂമിയുടെ എല്ലാ സാഹചര്യവും പഠിക്കണം. ഒരു പഠനവും നടത്താതെ ഏതാവശ്യത്തിനും ഏത് ഭൂമിയും എപ്പോൾ വേണമെങ്കിലും ഏറ്റെടുക്കാം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമനിർമ്മാണം കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് ഈ കാർഷിക മേഖലയിലെ മുതലാളിത്തവൽക്കരണത്തിന്റെ അനുബന്ധമായി വന്നു. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട തോട്ടങ്ങൾ വൻകിടക്കാർക്ക് കൈമാറാൻ തീരുമാനമുണ്ടായി. ഇപ്പൊ മൊൺസാന്റോ, ഡ്യൂപോൺ, ബെയർ, പെപ്സിക്കോ, കാർഗിൽ, സബ്മിലർ ഇത്തരം കമ്പനികൾ തോട്ടങ്ങളിലേക്ക് പ്രവേശിച്ചു, തോട്ടങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി. ഗുജറാത്ത് കേന്ദ്രമാക്കി ചോളത്തെ കേന്ദ്രീകരിച്ച് 2 പ്രത്യേക പ്രൊജക്ടുകൾ ഉണ്ടായി, വൻ പ്രൊജക്ട്. അവരാണ് വിത്തുകൾ വിതരണം ചെയ്യുന്നത്. ഒന്ന് ഗോൾഡൻ റേഞ്ച്, 2 സൺ ഏഷ്യ. ഈ 2 പുതിയ പ്രൊജക്ടുകൾ ചോളം കൃഷിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായ കാലത്താണ് ഗുജറാത്തിൽ ആരംഭിക്കുന്നത്, കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത്. അവർ തമ്മിൽ ഭായിയാണ് ആ കാര്യത്തിൽ. അത് പ്രധാനമായും ചോളം കൃഷിയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലെ മുതലാളിത്തവൽക്കരണവും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയവും കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്തു തന്നെ തുടങ്ങി. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ആര് നടപ്പിലാക്കുന്ന നിയമം? BJP നടപ്പിലാക്കുന്ന നിയമം. അതുകൊണ്ട് നമ്മൾ കാർഷിക മേഖലയിലെ പ്രതിസന്ധിയെക്കുറിച്ചും കോർപ്പറേറ്റ് വൽക്കരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയെയും BJPയെയും മാത്രം പറഞ്ഞാൽ മതിയാവില്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ നയങ്ങളെ സംബന്ധിച്ചും കോൺഗ്രസ് ഈ കാര്യത്തിൽ സ്വീകരിച്ച സമീപനത്തെ സംബന്ധിച്ചും കൃത്യമായ ഒരു അവലോകനം, കൃത്യമായൊരു ബോധ്യം നമുക്ക് തീർച്ചയായിട്ടും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഈ രംഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. നരേന്ദ്രമോദി ഗവൺമെന്റ് എന്താ ചെയ്തത്? കോൺഗ്രസ് തുടർന്നു വന്ന ഈ നയസമീപനം അവർ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓർഡിനൻസായി ആദ്യം ഇറങ്ങി, പിന്നീട് ഇന്ത്യൻ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നു. 3 പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. 2020 കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനവും വാണിജ്യവും സംബന്ധിച്ച നിയമം, അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ട്രേഡ് ആൻഡ് മാർക്കറ്റ്സ്, അത് സംബന്ധിച്ചൊരു നിയമം. രണ്ടാമത് കാർഷിക വിലയുറപ്പിക്കൽ കരാറും കാർഷിക സേവനവും, പ്രൈസ് അഷ്വറൻസ് ആൻഡ് സർവീസ്, കാർഷിക മേഖലയിലെ വില ഉറപ്പിക്കലും അതുപോലെ തന്നെ കാർഷിക സേവനവും. മൂന്നാമത്തത് 1955 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ അവശ്യ വസ്തു നിയമത്തിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതിയാണ്, എസൻഷ്യൽ കമോഡിറ്റീസ് ആക്ട്. ആ നിയമത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ 3 ബില്ലാണ് ഇന്ത്യൻ പാർലമെന്റിൽ ആര് പാസാക്കിയത്? നരേന്ദ്രമോദി ഗവൺമെന്റ് പാസാക്കിയത്. ആ ബില്ലിനെതിരായിട്ടാണ് ഈ സമരം നടക്കുന്നത്. ഈ 3 ബില്ലും കോൺഗ്രസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ മുതലാളിത്തവൽക്കരണം അതിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കർഷകരും തൊഴിലാളികളും ഇതിനെതിരായി അതിശക്തമായ സമരം ചെയ്യുന്നത്. ഏതൊക്കെ വിധത്തിലായി ഈ നിയമം നമ്മുടെ നാടിനെ ബാധിക്കാൻ പോകുന്നത്? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കാർഷികോൽപ്പന്നങ്ങളുടെ വിൽപ്പന സ്ഥലം, ട്രേഡ് ഏരിയ, അതിന് വ്യാപാരം, അതിന് താങ്ങുവില, കർഷകനും വ്യാപാരിയും തമ്മിൽ തർക്കമുണ്ടായാൽ എങ്ങനെ പരിഹരിക്കണം? ഇതൊക്കെ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ കാര്യത്തിലെല്ലാം കർഷകന് വിരുദ്ധമായ നയമാണ് ഈ ബില്ലിലെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ മറവിൽ വൻകിടക്കാർക്ക് കാർഷിക മേഖലയിൽ പ്രവേശിക്കാൻ അവസരം നൽകുന്നു. ഇപ്പോൾ കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത് എങ്ങനെയാ കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരം? കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനാണ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് മാർക്കറ്റ് കമ്മിറ്റി നിലവിലുള്ളത്. ഇപ്പോൾ കക്കോടി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് മാർക്കറ്റ് കമ്മിറ്റിക്ക് കീഴിലുള്ള ഒരു ചന്ത, ഒരു മാർക്കറ്റ്, ഉത്തരേന്ത്യയിൽ അതിന് പറയുന്ന മണ്ഡി എന്ന് ആണ് നിങ്ങൾ സങ്കല്പിക്കുക. ഇപ്പോൾ കക്കോടിയുടെ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളെല്ലാം ഈ മാർക്കറ്റിൻ്റെ ഭാഗമായി. ഈ മാർക്കറ്റിലെ വ്യാപാരികളെല്ലാം ലൈസൻസ് ഉള്ള വ്യാപാരികളായി. നിങ്ങളിവിടെ അരി, ഗോതമ്പ്, പഞ്ചസാര, പയർവർഗ്ഗങ്ങൾ, എണ്ണ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരാണ്. പഴം, ആപ്പിള്, മുന്തിരി എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. നിങ്ങൾ കർഷകർ ഈ കമ്പോളത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകരായിരിക്കും. ഈ കമ്പോളത്തിൽ കാർഷികോൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ ഒരു കമ്പോള സമിതി ഉണ്ടാകും.
അത് ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് വിലയെ അടിസ്ഥാനമാക്കിയാണ് വില നിശ്ചയിക്കുക എന്ന് മാത്രമല്ല, സർക്കാർ ഓരോ ഉൽപ്പന്നത്തിനും നിശ്ചയിക്കുന്ന താങ്ങുവിലയെ അടിസ്ഥാനമാക്കിയായിരിക്കും വില. അതിന്റെ ഗുണഫലം എന്താ? നിങ്ങൾ എത്ര ഉൽപ്പാദിപ്പിച്ചാലും രജിസ്റ്റർ ചെയ്ത കർഷകൻ ഈ മാർക്കറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ സാധനം എന്ത് ചെയ്യാം? വിൽക്കാം. ഏത് വിലക്ക്? സർക്കാർ നിശ്ചയിച്ച താങ്ങുവിലയും കമ്പോള സമിതി നിശ്ചയിച്ച വിലയെയും അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം ഉൾപ്പെടെ പരിശോധിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? വില ലഭിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ചാഞ്ചാട്ടമുണ്ടാവില്ല വിലയുടെ. കാരണം മാർക്കറ്റിൽ ആരുണ്ട്? ഗവൺമെൻറ് ഉണ്ട്. മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ട്. ഇതാണ് പ്രത്യേകത. ഇപ്പൊ ഈ പുതിയ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പറയുന്നത്, ഇനി അങ്ങനെ ഒരു മാർക്കറ്റും വേണ്ട, അതിനുള്ള നിയന്ത്രണവും വേണ്ട, അവിടെ സർക്കാരിന്റെ വില നിശ്ചയിക്കലും വേണ്ട, സ്വതന്ത്രമായി കർഷകൻ കൊണ്ടുപോയി വിൽക്കട്ടെ എന്നാണ് ആര് പറയുന്നത്? ഗവൺമെന്റ് പറയുന്നത്. എന്നിട്ട് അവൻ വില പേശി അവൻ എത്ര വില കിട്ടുമോ അത്ര വാങ്ങട്ടെ. ഇതാണ് പ്രശ്നം. അവൻ ആരോട് വില പേശും? ഇപ്പൊ ഈ മാർക്കറ്റിന്റെ നിയന്ത്രണം പോയാൽ, നിങ്ങൾ ഉദാഹരണത്തിന് ഈ മാർക്കറ്റിന്റെ നിയന്ത്രണം പോയി, അംബാനിയുടെ ഒരു സാധനങ്ങൾ വാങ്ങുന്ന ഒരു കേന്ദ്രം കൂടെ വന്നു. അവരാദ്യഘട്ടത്തിൽ നല്ല വില തന്നു. അരിക്ക് നല്ല വില, ഗോതമ്പിന് നല്ല വില, ആപ്പിളിന് നല്ല വില, മുന്തിരിക്ക് നല്ല വില, നാരങ്ങയ്ക്ക് നല്ല വില. അപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാ കർഷകനും ആർക്ക് കൊണ്ടുപോയി കൊടുക്കും? അംബാനിക്ക് കൊണ്ടുപോയി കൊടുക്കും. ഒരു മാസം കൊണ്ട് ബാക്കി കർഷകർ മുഴുവൻ, വ്യാപാരികൾ മുഴുവൻ അടച്ചുപൂട്ടി സ്ഥലം വിടും. കാരണം അവൻ്റെ അടുത്ത് എന്ത് എത്തുന്നില്ല? അവന് ഇതുമായിട്ട് മത്സരിക്കാൻ പറ്റുന്നില്ല. അതോടെ ഓട്ടോമാറ്റിക്കായി തന്നെ ചന്ത ഇല്ലാതാവും. ചന്ത ഇല്ലാതാകുമ്പോൾ ചന്തയിൽ ആര് മാത്രം? ഈ കുത്തക മാത്രം. അപ്പോഴാണ് നേരത്തെ ഇരട്ടി വില തന്നവൻ പറയുക, ഇത്തവണ നിങ്ങളുടെ അരി കഴിഞ്ഞ തവണ 100 എടുത്തത്, ഇത്തവണ എത്രയേ പറ്റൂ? 50 പറ്റൂ. 50 തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ കർഷകൻ ഉൽപ്പന്നവും എടുത്ത് ഇപ്പുറത്ത് വന്നാൽ ആരില്ല? വേറെ വ്യാപാരി ഇല്ല. അവൻ ഈ സാധനം കൊണ്ട് വേറെ ഏത് അങ്ങാടിയിലേക്ക് പോകും? ഒരു ചെറുകിട കർഷകൻ അവൻ ഈ സാധനം തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ ആപ്പിൾ കർഷകനാണെങ്കിൽ ആപ്പിൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിറ്റിട്ടല്ലാതെ അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ സ്റ്റോക്ക് ചെയ്യും. അവന് ശീതീകരിച്ച ഗോഡൗൺ ഉണ്ടോ? പഴങ്ങൾ അധികകാലം നിൽക്കുമോ? ഫലം, ഈ മാർക്കറ്റിലെ കുത്തക നിശ്ചയിക്കുന്ന വിലക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ആര് നിർബന്ധിക്കപ്പെടും? കർഷകൻ നിർബന്ധിക്കപ്പെടും. അതവന്റെ ഉൽപാദന ചെലവിനനുസരിച്ച് കിട്ടുന്നില്ലെങ്കിൽ കർഷകൻ പ്രതിസന്ധിയിലായി, അവൻ കടക്കണിയിലായി. കടക്കണിയിലായ കർഷകന് പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇയാൾക്ക് തന്നെ ചെന്നിട്ട് പറയാ, നിങ്ങൾ കുറച്ച് വായ്പ തരണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാം. അപ്പൊ അടുത്ത വർഷം അയാൾ കൃഷിയിടത്തിൽ എന്ത് കൃഷി ചെയ്തു? ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തു. ആർക്ക് വേണ്ടി? അംബാനിക്ക് വേണ്ടി. ആ വർഷവും പ്രതീക്ഷിച്ച വരുമാനം കിട്ടിയില്ലെങ്കിൽ ഇയാൾക്ക് പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇനി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, ഈ ഭൂമി ഞാൻ നിങ്ങൾക്ക് തരാം. ഭൂമി വിറ്റ് ഏതെങ്കിലും ഭാഗത്ത് പോകുകയല്ലാതെ ഈ കർഷകന് പിന്നെ നിൽക്കാൻ പറ്റില്ല. ഇതാണ് കാർഷിക മേഖലയിൽ വരാൻ പോകുന്ന പ്രശ്നം. ഈ നിയമം നടപ്പിലായാൽ നമ്മുടെ രാജ്യത്തെ കാർഷിക സംസ്കൃതിയെ, കാർഷിക ഭൂമിയെ, കാർഷിക സംസ്കാരത്തെ പൂർണ്ണമായും വൻകിടക്കാർ കൈയടക്കാൻ കാത്തിരിക്കുക. അവരുടെ കയ്യിൽ ശീതീകരിച്ച ഗോഡൗൺ ഇപ്പൊ തന്നെ ഉണ്ട്. ശീതീകരിച്ച ഗോഡൗൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിനൊക്കെ അപ്പുറത്താണ്. അതിവിശാലമായ സൗകര്യമുള്ളത്, എത്ര വേണമെങ്കിലും സൂക്ഷിക്കാൻ കഴിയുന്നത്. അവർക്ക് റീറ്റെയിൽ ഷോപ്പുകളുണ്ട്, അവർക്ക് ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്, അവർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി സംസ്കരിക്കാൻ സംവിധാനമുണ്ട്, അവർക്ക് രാജ്യത്തിനകത്തും പുറത്തും വിപണന കേന്ദ്രങ്ങളുണ്ട്. അവരുടെ ലക്ഷ്യം ഇവിടെ അരിയും ഗോതമ്പും ഉണ്ടാക്കി നമ്മളെ തീറ്റിപ്പോറ്റലല്ല, മറിച്ച് ലോക മാർക്കറ്റിലെ ധനിക വർഗത്തിന്റെ അഭിരുചിക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കലാണ്. അപ്പോ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി തന്നെ ആയിക്കോളണം, ഇവിടെ പിന്നെ ഉൽപ്പാദിപ്പിക്കുന്നതൊന്നുമില്ല, അവന്റെ താല്പര്യത്തിനനുസരിച്ച് കൃഷി മാറും. കരാറിൽ ഏർപ്പെടുന്ന കർഷകന് എന്തെങ്കിലും തർക്കം വന്നു കഴിഞ്ഞാൽ ആ കേസ് നടത്താൻ ഈ വൻകിടക്കാരനുമായിട്ട് എവിടെ പോകും? അപ്പൊ പൂർണ്ണമായും വൻകിടക്കാരുടെ അടിമയായി
തൻ്റെ കാർഷിക മേഖലയിലെ അറിവും വിജ്ഞാനവും സമ്പത്തുമെല്ലാം അവർ കടിയറ വെച്ച് ധനിക വർഗത്തിൻ്റെ താല്പര്യത്തിൽ അധിഷ്ഠിതമായ കാർഷികോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കാർഷിക മേഖലയെ വിട്ടുകൊടുത്ത് തകരും ഈ രാജ്യത്തിൻ്റെ കൃഷിഭൂമിയും കാർഷിക സംസ്കൃതിയും കർഷകനും കർഷക തൊഴിലാളിയും എന്നതാണ് ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ദുരന്തം, ഈ മുതലാളിത്തവൽക്കരണത്തിൻ്റെ ദുരന്തം. മാർക്കറ്റിൽ നിന്ന് ഗവൺമെന്റ് പുറകോട്ട് പോയാൽ ആരവിടെ നിയന്ത്രിക്കും? ഗവൺമെന്റ് ഉള്ളത് കൊണ്ടല്ലേ ഇപ്പൊ നമുക്ക് ഇത്രയെങ്കിലും കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില വൻതോതിൽ കുറഞ്ഞാൽ കർഷകൻ തകരും. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില വൻതോതിൽ കൂടിയാൽ ഉപഭോക്താക്കൾ വാങ്ങാതെ പോകും, ഭക്ഷണത്തിന്റെ അളവ് കുറക്കും. അങ്ങനെ വന്നാൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാകും, ആരോഗ്യ പരിരക്ഷയെ ബാധിക്കും. ഇപ്പോൾ നമ്മുടെ രാജ്യം ലോക പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ 101-ാം സ്ഥാനത്താണ്. ആളോഹരി ഭക്ഷ്യ ഉപയോഗം, പോഷകാഹാര കുറവ്, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യം, ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് ഈ കണക്ക് വെച്ചിരിക്കുന്നത്. പ്രത്യേകമായ മാനദണ്ഡം വെച്ച് പഠനം നടത്തിയിട്ടാണ്. 101-ാമത്തെ പട്ടികയിലാണ്. കഴിഞ്ഞ വർഷം 97ആയിരുന്നു, അതിന് മുമ്പിലത്തെ വർഷം 94ആയിരുന്നു. അപ്പോൾ കോവിഡ് മാത്രമൊന്നുമല്ല, സ്ഥിരമായിട്ട് നമ്മുടെ കാര്യം ഇങ്ങനെയാണ്. അങ്ങനെയുള്ള രാജ്യത്ത് ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. അവശ്യ വസ്തു നിയമത്തിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതിയോ? അപ്പോൾ നമ്മുടെ രാജ്യത്ത് അവശ്യ വസ്തു പട്ടികയിൽ വരും അരി, ഗോതമ്പ്, പഞ്ചസാര, പയർവർഗം, ഭക്ഷ്യ എണ്ണയെല്ലാം. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാൻ കാരണം ജനങ്ങളുടെ ജീവിതാവശ്യത്തിന് അനിവാര്യമാണിത്. ഇതിൽ നല്ല ഉൽപ്പാദനം നടക്കുന്ന സ്ഥലമുണ്ട്, ഉൽപ്പാദനം നടക്കാത്ത സ്ഥലമുണ്ട്. ഇപ്പോൾ കേരളം ഭക്ഷ്യോൽപാദനത്തിൻ്റെ കാര്യത്തിൽ വളരെ പുറകിലാണ്. ഇപ്പോൾ ചേളന്നൂർക്കാർക്കുള്ള അരി നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ? ഗോതമ്പ് നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ? പഞ്ചസാര നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ? പയറും കടലയും നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ? ഈ പറഞ്ഞ ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകുന്നു. ഉള്ള വയലിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ഉള്ള വയലിൽ തന്നെ കൃഷിയില്ല. ഞാട്ടിപ്പടി എത്രക്കറിയാം? കളപറിക്കുന്ന എത്രക്കറിയാം? നില മുഴുവൻ എത്രക്കറിയാം? പുതിയ തലമുറ ആ ഭാഗത്തോട്ട് പോകുന്നുണ്ടോ? ഉള്ളവർ തന്നെ അങ്ങോട്ടുണ്ടോ? എല്ലാവരും ഉപേക്ഷിച്ചില്ലേ? വളരെ അപൂർവം ആളുകളാണ് ഇപ്പോഴും നെൽകൃഷിയൊക്കെ ചെയ്തു പോകുന്നത്. നെൽകൃഷി ചെയ്യാൻ ബംഗാളിനെ നോക്കിയെടുക്കുന്നത്. മലയാളിയില്ല. കർഷക തൊഴിലാളി യൂണിയനുണ്ട്, കർഷക സംഘമുണ്ട്, സംഘടനയൊക്കെ വളരെ ശക്തമായിട്ട് നമ്മളുണ്ട്. പക്ഷേ നമ്മുടെ സ്ഥിതിയത്ത കൃഷിപ്പണിക്ക് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കർഷക തൊഴിലാളി യൂണിയൻ കൃഷി ഇറക്കി ചെരണ്ടത്തൂർ ചിറങ്ങി മണിയൂരിൽ. വലിയ ആവേശത്തിലാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞാനാ പോയിട്ട് വിത്തിട്ടത്. നല്ല പരിപാടിയായിരുന്നു, ഭയങ്കരമായ ഒരു കാണും. പിന്നെ ടിപിയാ വിളവെടുത്തൊക്കെ. പക്ഷെ അവിടെ കളപറിക്കാൻ ബംഗാളിയെ നോക്കിക്കൊണ്ടി വന്നു. നമ്മുടെ ആൾക്ക് അറിയില്ല. നമ്മളാൾ പറിക്കുമ്പോൾ എന്താണ് ഞാൻ നെല്ലടക്കം പൊരിച്ചു പോരുകയാണ്. കളയല്ലേ പറിക്കാൻ പറ്റും, നെല്ല് പൊരിക്കാൻ പറ്റുന്നുണ്ട്. അവസാനം ഇത് ആര് ചെയ്യുമെന്ന് അന്വേഷിച്ചപ്പോൾ ബംഗാളിക്കറിയാം, അവരെ കൊണ്ടുവന്നിട്ട് ചെയ്യിച്ചു. ഇതാണ് നമ്മുടെ നാടിൻ്റെ പൊതുസ്ഥിതി. കാർഷിക മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റത്തിൻ്റെ സാഹചര്യം ഈ നിലയിലാണ് നമ്മുടെ നാട്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ആവശ്യമുള്ള ഒരു സാധനവും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങ, റബ്ബർ, കുരുമുളക്, ഇഞ്ചി, ഏലം, കാപ്പി, തേയില ഇതെല്ലാം മാർക്കറ്റ് ചെയ്യുന്ന നാണ്യവിളകളാണ്. അപ്പോൾ എന്നാൽ പഞ്ചാബിൽ അരിയുണ്ട്, ഗോതമ്പുണ്ട്, എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മിച്ചം വരുന്ന ഭക്ഷ്യധാന്യം ഗവൺമെന്റ് ശേഖരിക്കും, ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യയുടെ ഗോഡൌണിൽ സംഭരിക്കും. എന്നിട്ട് ഇതിന്റെ ദൗർലഭ്യം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് മാർക്കറ്റ് ചെയ്യും. അങ്ങനെ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയണമെങ്കിൽ അവശ്യ വസ്തു സംഭരണത്തിന് മേൽ കൺട്രോൾ ഉണ്ടാവണം. അതിനാ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ടായിട്ട് കാര്യമില്ല. അരിയും ഗോതമ്പ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ വാങ്ങാൻ പറ്റില്ല. സ്റ്റോക്ക് ചെയ്യുന്നതിന് കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് ആ നിയന്ത്രണം എടുത്തു കളയുന്നതോടുകൂടി ആർക്ക് വേണമെങ്കിലും ഈ അവശ്യ വസ്തുക്കൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്യാം. ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, നിങ്ങൾ ഈ തഞ്ചത്തിന് തെറ്റിക്കളയണ്ട. ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റോട് അവസാനിപ്പിക്കും. ഏതായാലും വന്നല്ലോ, നിങ്ങളെക്കാളും ദൂരത്ത് പോകേണ്ട ആളാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വന്നാൽ സംഭവിക്കുക എന്താ? അങ്ങനെ വന്നാൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വൻതോതിലുള്ള പൂഴ്ത്തിവെപ്പുണ്ടാകും. പൂഴ്ത്തിവെപ്പിന്റെ മറവിൽ കരിഞ്ചന്ത വരും. അവശ്യ വസ്തുക്കളുടെ വില വൻതോതിൽ വരും. അത് ഭക്ഷ്യസുരക്ഷയെ ബാധിക്കും. ഭക്ഷ്യസുരക്ഷ എന്ന സങ്കല്പത്തിന്റെ അർത്ഥം ഭക്ഷണം പൗരന്റെ അവകാശം എന്നാണ്.
ഭക്ഷണം പൗരന്റെ അവകാശമല്ലാതായി മാറും. ഇപ്പോഴുള്ള നമ്മുടെ റേഷനിങ് സമ്പ്രദായം തന്നെ തകരും. അപ്പോ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതിനേക്കാൾ വലിയ പട്ടിണി മരണങ്ങളുടെ നാടായി നമ്മുടെ നാട് മാറും. അപ്പൊ കാർഷിക ചന്തകളില്ലാതാവുന്നു, കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില നഷ്ടപ്പെടുന്നു, ഭക്ഷ്യസുരക്ഷ അപകടപ്പെടുന്നു, കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനും ഇടയാകുന്നു. അത്യന്തം അപകടകരമായ നയമാണ് പുത്തൻ പരിഷ്കാരം എന്ന നിലയിൽ കാർഷിക മേഖലയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് രാജ്യത്തെ കർഷകനെ രക്ഷിക്കാനോ കർഷക തൊഴിലാളിയെ രക്ഷിക്കാനോ കാർഷിക മേഖലയെ രക്ഷിക്കാനോ രാജ്യത്തെ രക്ഷിക്കാനോ അല്ല, മറിച്ച് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വൻകിട കുത്തകകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് രാജ്യത്ത് ഈ സമരം 11 മാസം പിന്നിട്ടിട്ടും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നിരവധി വെല്ലുവിളികൾ ഉണ്ടായിട്ടും നിരവധി അടിച്ചമർത്തലുകൾ ഉണ്ടായിട്ടും തകരാത്തത്. ഞാൻ പറഞ്ഞില്ലേ, മഴ വന്നു, വെയിൽ വന്നു, മഞ്ഞ് വന്നു, കോവിഡ് വന്നു, 700ഓളം ആളുകൾ മരണപ്പെട്ടു. സമരം തകർന്നില്ല. വിത്തിറക്കേണ്ട സമയത്ത് കർഷകന്മാർ നാട്ടിലേക്ക് പോയി വിത്തിറക്കി. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു. വിളവെടുക്കേണ്ട സമയത്ത് അവർ പോയി. ത്യാഗപൂർണമായ സമരമാണ്. ഗവൺമെന്റ് സമരകേന്ദ്രത്തിലേക്കുള്ള കുടിവെള്ളം മുട്ടിച്ചു, വൈദ്യുതി വിച്ഛേദിച്ചു, സമരക്കാർ എത്തുന്നതിന് ഗതാഗത തടസ്സമുണ്ടാക്കി, സമരക്കാരെ പാകിസ്ഥാൻവാദികൾ, ഖാലിസ്ഥാൻവാദികൾ, ചൈനാചാരന്മാർ, മാവോയിസ്റ്റുകൾ എന്നെല്ലാം ആക്ഷേപിച്ചു ഭിന്നിപ്പിക്കാൻ. ഹരിയാനയിൽ പോലീസ് മർദ്ദനത്തിൽ സുശീൽ കുമാർ കാജൽ എന്നു പേരുള്ള കർഷകൻ രക്തസാക്ഷിയായി. ഉത്തർപ്രദേശിലെ ലഖിംപൂരിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് കുമാർ മിശ്രയുടെ മകൻ വണ്ടിയിടിച്ച് കയറ്റി 4 കർഷകരെ കൊന്നുകളഞ്ഞു. പക്ഷേ ഈ സമരത്തിന്റെ അനുഭവം എന്താ? കർഷകർ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കർഷകരുടെ ഈ അത്യാവേശകരമായ സമരത്തെ ഇന്ത്യയിലെ തൊഴിലാളി വർഗം പിന്തുണച്ചു. തൊഴിലാളി വർഗം കർഷക മുദ്രാവാക്യം ഏറ്റെടുത്തു. അങ്ങനെ വന്നപ്പോൾ കർഷക സമരത്തിന്റെ മുദ്രാവാക്യങ്ങളിൽ കാർഷിക പ്രശ്നങ്ങളോടൊപ്പം തൊഴിലാളികളുടെ മുദ്രാവാക്യവും വന്നു ചേർന്നു. അതുകൊണ്ടാണ് വൈദ്യുതി നിയമ ഭേദഗതി എന്ന പ്രശ്നമെടുത്തത്. കർഷകരെ കൂടെ ബാധിക്കുന്നുണ്ട്, തൊഴിലാളികളുടെ പ്രശ്നവുമാണ്. വൈദ്യുതി മേഖലയിലുള്ള പ്രശ്നം എന്താ? വ്യാപാരികൾക്കും വ്യവസായികൾക്കുമെല്ലാം ഉയർന്ന നിരക്കും വീട്ടാവശ്യത്തിനും ജലസേചനത്തിനും കുറഞ്ഞ നിരക്കുമാണ്. ഇതാണ് ക്രോസ് സബ്സിഡി. ഇനിയിപ്പോ ക്രോസ് സബ്സിഡി വേണ്ടെന്നാണ് തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ വീട്ടാവശ്യത്തിനും കാർഷികാവശ്യത്തിനുമുള്ള വൈദ്യുതിയുടെ ചാർജ് വൻതോതിൽ വരും. കർഷക സമരത്തിൽ പങ്കെടുക്കുന്ന സംഘടനകൾ ഇപ്പോൾ പഠനം നടത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ജലസേചനത്തിന് 1 ലക്ഷം കോടി രൂപയിൽ കൂടുതൽ ഓരോ വർഷവും കർഷകൻ കൂടുതൽ കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ 10 ലക്ഷത്തോളം കർഷക തൊഴിലാളികൾ പങ്കെടുത്ത മഹാപഞ്ചായത്ത് നടന്നു. മുസഫർ നഗറിലാണ് 2013 വർഗീയ കലാപം ഉണ്ടായത്. 80 ആളുകൾ മരണപ്പെട്ടത്. ആ കലാപത്തിന്റെ ധ്രുവീകരണമാണ് ഉത്തർപ്രദേശിൽ BJPക്ക് സ്വാധീനം വളർത്തിയത്. ഈ അടുത്ത കാലത്ത് അമിത്ഷായാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആ ഉത്തർപ്രദേശിലെ മഹാപഞ്ചായത്തിൽ പങ്കെടുത്ത കർഷകരും തൊഴിലാളികളും ഉയർത്തിയ മുദ്രാവാക്യം കാർഷിക പ്രശ്നങ്ങളും തൊഴിലാളികളുടെ പ്രശ്നവും മാത്രമല്ല, ഹിന്ദു മുസ്ലിം ഐക്യം എന്ന മുദ്രാവാക്യമാണ്. അവരുയർത്തിയ മുദ്രാവാക്യത്തിൻ്റെ ഉള്ളടക്കം വർഗീയത ഇളക്കിവിട്ട് കർഷകരെയും തൊഴിലാളികളെയും ഇനി ഭിന്നിപ്പിക്കാൻ അനുവദിക്കില്ല. ഈ സെപ്റ്റംബർ 27 ഭാരത് ബന്ദ് നടന്നപ്പോൾ രാജ്യം കണ്ട ഏറ്റവും വലിയ പണിമുടക്കായത് മാറി. ആ ബന്ദിൽ ഇതേ കർഷക തൊഴിലാളി വർഗം വിളിച്ച മുദ്രാവാക്യം കാർഷിക പ്രശ്നങ്ങളും തൊഴിലാളി പ്രശ്നവും വർഗീയതയ്ക്കെതിരായ സമരവും മാത്രമല്ല, രാജ്യത്തെ ഈ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന BJPക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. ആ ആഹ്വാനം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ ഭാഗമാണ് കർണാടകം മുതൽ ഹിമാചൽ പ്രദേശ് വരെ 14 സംസ്ഥാനത്തിലെ 29 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ മണ്ഡലങ്ങളിലേക്കും 3 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ 22 നിയമസഭാ മണ്ഡലത്തിൽ BJP പരാജയപ്പെട്ടത്, 2 ലോക്സഭാ മണ്ഡലത്തിൽ BJP പരാജയപ്പെട്ടത്. ആ പരാജയത്തിന്റെ വേവലാതിയിലാണ് ഇപ്പൊ പെട്രോളിന്റെയും ഡീസലിന്റെയും വില അല്പം കുറച്ചത്. അപ്പൊ സമരം കൊണ്ട് നേട്ടമില്ല എന്ന് കരുതണ്ട. നമ്മളെ ചില ആളുകൾ പറയുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ സമരം നടത്തുക എന്നല്ലാതെ എത്ര കാലമായി ഇരുത്തിരിക്കുന്നത്? 1 കൊല്ലം ഡൽഹിയിലിരിക്കുന്ന സമരത്തെക്കുറിച്ചാണ് നമ്മളിവിടെ 1 മണിക്കൂർ പ്രസംഗിക്കുന്നത്. ഇതിപ്പോൾ തീരുമെന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ മഴയും വേലുമായിട്ട് 1 കൊല്ലമായിട്ട് ഇരിക്കുകയാണ് ആളുകൾ.
ഞാൻ പറഞ്ഞു വന്നത് ഈ ത്യാഗപൂർണമായ സമരത്തിനും ആശയ പ്രചരണത്തിനും ഫലമില്ലാതല്ല. ആ ഫലം പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടില്ലെന്ന് വരും. പക്ഷേ ജനങ്ങളുടെ ബോധത്തിൽ അത് മാറ്റം വരുത്തുന്നു, രാഷ്ട്രീയത്തിൽ മാറ്റം വരുത്തുന്നു, സാമൂഹ്യ ഘടനയിൽ മാറ്റം വരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷ നിലനിർത്താൻ, കാർഷിക സംസ്കൃതി നിലനിർത്താൻ, കൃഷിക്കാരനെ നിലനിർത്താൻ, കർഷക തൊഴിലാളിയെ നിലനിർത്താൻ, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താൻ, രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും ഭാവിയുടെയും കേന്ദ്രസ്ഥാനത്തേക്ക് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു സവിശേഷ ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ പാർട്ടി ഈ രാജ്യത്ത് സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ സോഷ്യലിസത്തിലേക്ക് ഒറ്റയടിക്കെത്താൻ പറ്റില്ല. കാരണം ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് കുത്തക മുതലാളിത്തവും ഭൂപ്രഭുത്വവും സാമ്രാജ്യത്വവുമാണ്. ഈ മൂന്ന് ശക്തികൾക്കുമെതിരെ തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ ഉറച്ച കർഷക സഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കുത്തക വിരുദ്ധവും ഭൂപ്രഭുത്വ വിരുദ്ധവും സാമ്രാജ്യത്വ വിരുദ്ധവുമായി ചിന്തിക്കുന്ന എല്ലാ ശക്തികളെയും കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുത്ത് തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ വിപ്ലവം, അതാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം, അത് പൂർത്തീകരിക്കലാണ് നമ്മുടെ കടമ. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിലും നാടിന്റെ മുന്നോട്ട് പോക്കിലും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ വളരെ സജീവമായി നാം ചർച്ച ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. കർഷക വർഗത്തെ ഭരണവർഗത്തിനെതിരായുള്ള പോരാട്ടത്തിന്റെ മുമ്പിൽ ശക്തമായി അണിനിരത്തേണ്ടതാണ്. കാർഷിക മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം സമ്പൂർണമായ മുതലാളിത്തവൽക്കരണത്തിന്റെ സ്വഭാവമാണ്. അത് അപകടകരമാം വിധം വളർന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ നയങ്ങൾ രൂപപ്പെടുത്തിയ ഈ മാറ്റം ഇന്ന് പ്രാവർത്തികമാക്കുന്ന ശക്തിയായി BJP മാറിയിട്ടുണ്ട്. അതിനെതിരായ പോരാട്ടത്തിന് ആശയപരമായ ദൃഢതയാർജിക്കലാണ് ഇത്തരം സെമിനാറുകളുടെയും സംവാദങ്ങളുടെയും എല്ലാം പ്രധാനപ്പെട്ട അടിസ്ഥാനം. കക്കോടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചത് അഭിനന്ദനാർഹമായ നടപടിയാണ് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.